ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ മണാലി തന്നെയാണ്. വൈകുന്നേരമാണ് ബസ്. രാവിലെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ജോഗിനി വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ട് വാട്ടർഫാളുണ്ട്, അങ്ങനെ കാണാൻ വന്നതാണ്. ഇപ്പോൾ ഇവിടം വരെ ഓട്ടോയിൽ വന്നൊരു, ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ട്. നോക്കിയേ, മുയലിനെ എടുത്തിട്ട് പൈസ മേടിക്കാൻ നിൽക്കുന്നു. ഇവിടെ വസിഷ്ഠ ടെമ്പിൾ ഉണ്ട്, ഇതാണ്. ഇത് ശിവ ടെമ്പിളാണ്. ഇപ്പുറത്ത് ശ്രീരാം മന്ദിർ ഉണ്ട്. ഇവിടെ ഫുള്ള് കടകൾ കാര്യങ്ങളൊക്കെയാണ്. മഹാഋഷി വസിഷ്ഠ ഗ്രാം കമ്മിറ്റി, ഇതാന്ന് തോന്നുന്നു വസിഷ്ഠ ടെമ്പിൾ. മുകളിൽ ശ്രീരാം ടെമ്പിൾ ഉണ്ട്. ഞാൻ ടെമ്പിളിൻ്റെ അകത്തേക്കൊന്നും കയറുന്നില്ല, ടൈമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഇതാണ് വസിഷ്ഠ ടെമ്പിൾ. ശ്രീരാം ടെമ്പിൾ മുകളിൽ. ഇതാണ് രാമ ടെമ്പിൾ. ഇത് കൊള്ളാമല്ലോ. ഇത് പഴക്കമുള്ള ടെമ്പിളാന്ന് തോന്നുന്നുണ്ട്. അതിന് മുകളിൽ പാറ പോലെയൊക്കെ ഉണ്ട്. ഇതാ ഒരാൾ കിടന്നുറങ്ങുന്നു. ഇതുണ്ട് മുകളിൽ. ഞാൻ എന്തായാലും ജോഗിനി ഫോൾസിലോട്ട് പോവുകയാണ്. ഇവിടെ എനിക്ക് സമയം കളയാനില്ല. ട്രാഫിക് ആവണതിന് മുമ്പ് എനിക്ക് തിരിച്ച് ഹോട്ടലിലെത്തണം. ഇതാണ് വസിഷ്ഠ ടെമ്പിൾ. ഒരു കൊത്തുമണി വയ്ക്കണം, ആനയുടെ ഇതൊക്കെ. ഇവിടെ നിറയെ കടകളാട്ടോ. ഏതാ വഴിയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിലെ ആയിരിക്കും, ആരോടെങ്കിലും ചോദിക്കേണ്ടി വരും. ഇതാണ് ജോഗിനി ഫോൾസിലേക്കുള്ള റോഡ്. ഇവിടെയൊക്കെ മൊത്തം കടകളുണ്ട് നിറയെ. മോൾ റോഡിലാണ് റേറ്റ് കുറവെന്ന് പറഞ്ഞത് ഇവിടത്തേക്കാളും. ഇവിടെയൊക്കെ വീടുകളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ലേ കുറച്ച് നടക്കാനുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കട്ടെ. ഒരു പഴയ വീട് നോക്കി, അതിലെന്തോ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിള്ളേര് ക്രിക്കറ്റ് കളിക്കുക. ഹായ്. ഒരു പൂ നോക്കി, നല്ല ഭംഗിയല്ലേ. ഇവിടെ എത്ര ടൈപ്പ് റോസുകളാന്ന് നോക്കിയത്. മഞ്ഞ, പിങ്ക്, റോസ്. ദാഷോ റെസ്റ്റോറൻറ്റ്. ഇതാ അവിടെ ഒരു പെയിൻറ്റിങ്. ഒരു മെനു പുറത്താട്ടോ വച്ചേക്കുന്നത്. ഹോട്ടലിൻ്റെ മെനു നോക്കിക്കേ. ക്ലാസിക് ബർഗേഴ്സ്, വേഗൻ ബർഗർ 290, വേഗൻ നൂഡിൽസ് 230, ഫ്രഞ്ച് ഫ്രൈസ്, മെൽറ്റഡ് ചീസ് 260. ഒരു പഴയ വീട് പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ തൂക്കിയിട്ടേക്കുന്നു. കുറച്ച് മുകളിലേക്ക് വന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വാച്ച് ഇട്ട. ഇപ്പം 30 മീറ്റർ ആയിട്ടുള്ളൂ.
ഒരു കാട് പോലെ സ്ഥലത്ത് കൂടെ പോവുക. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, എൻ്റെ ഗ്രൂപ്പിലുള്ളവർ വന്നില്ല. അവർക്ക് ഇനി ഇത്രയും നടക്കാനും വാട്ടർഫോൾ കാണാൻ താല്പര്യമില്ല. ഇവിടെ മലകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചാണോ ഗേൾ മസ്റ്റ് ബ്രേക്കപ്പ് ഇഫ് ഹർ ബോയ് ഫ്രണ്ട് ഈസ് എ ലിറ്റർ ബഗ്. അവിടെ ഇങ്ങനെ ഒരു ഇത് എഴുതി വെച്ചു. ഞാൻ ആ കോർണറിലൊരു കടയുണ്ടേ, അപ്പോൾ അവിടെ ആരും കണ്ടില്ല. അപ്പോൾ ഒരു സാധനം കാണാത്തുള്ളൊരു ഗ്ലൗസ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചാൽ ഇത് കൊള്ളാമല്ലോ, ഇനി വിൽക്കാൻ വെച്ചാണ് മേടിക്കാമെന്ന് വിചാരിച്ചേ. അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ വന്നപ്പോൾ ആ ചേച്ചി വന്നിട്ടുണ്ട് അവിടുത്തെ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുക അത് അവർ കയ്യിടുന്ന അവർ ചവറടിച്ച് വരുമ്പോൾ ഇടുന്ന ഗ്ലൗസാണ്. ഇങ്ങനെ ലൈനർ പോലെ ചെറിയ ഇതൊക്കെ ആപ്പിൾ മരം കേട്ടോ. ഇതൊക്കെ ആപ്പിൾ മരമാണ്. അവിടെ 1-2 സ്ഥലത്ത് ആപ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട് പച്ച കളറ്. റെഡല്ല എന്തോ കണ്ടോ താഴെ അതിലുണ്ട്. ദേ റോഡ് നോക്കിയേ. ഇവിടെ വേറെ എന്തോ കായൊക്കെ നിൽക്കുന്നു. റോസാപ്പൂ നോക്കിയേ, നല്ല ഭംഗിയാണ് ഇവിടെ. കുറേ പൂക്കളൊക്കെ ഉണ്ട്. ഇനി എന്തോരം നടക്കാനുണ്ടോ എന്തോ അറിയത്തില്ല. പശു കച്ച വെച്ചാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും കച്ചി കാണാനില്ല. ഇതുണ്ടോ, ഇവിടെയൊക്കെ നാട്ടുമ്പുറത്തെ എരുമാണ് ആ പശുവിൻ്റെ തൊഴുത്തും. എനിക്കിഷ്ടം അങ്ങനെ. പണ്ട് അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ പാലായില്ല അങ്ങനത്തെ സ്മെല്ല്. കുറേ പിള്ളേർ വന്നിട്ടുണ്ട്. ഇത് ആപ്പിളാണോ പിയറാണോ? ആപ്പിളാന്നാ അവിടെ നിന്നാ ചേച്ചി പറഞ്ഞു. പക്ഷെ അതൊക്കെ കണ്ടിട്ട് പിയർ പോലെ ഇരിപ്പുണ്ട്. അതിനി ചെറുതായോണ്ടാണോ എന്നറിയത്തില്ല. ഇനി എത്ര നടക്കണോ എന്തോ. ഈ മരം നോക്കിക്കേ. ടിബറ്റൻ ഫ്ലാഗ്. ടൗൺ കാണാം ഇവിടെ നിന്ന്. മണാലി ടൗൺ ആണോ അറിയില്ല. മഞ്ഞുമല. ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട്, കുറച്ച് വെള്ളമൊക്കെ വീഴുന്നുണ്ട്. അയ്യോ എൻ്റെ ചിന്താണ്ട് എടുത്തില്ല. വാവ്, ഇത് ആപ്പിള് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? പച്ച കളറിൽ ചെറിയ ചെറിയ ആപ്പിൾ ട്രീ. ജോഗിനി വാട്ടർഫോൾ 500 മീറ്റർ. ഇതൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു. നിറച്ച് വ്യൂ ആണ്. താഴെ ചെയറും ടേബിളൊക്കെ ഉണ്ട്. ഇവിടെ വലിയൊരു പാറ. ഡിസ്റ്റൻസ് 5 മിനിറ്റ്. അതൊക്കെ എഴുതി വെച്ചാണ്. ഓ ഇത് പൈൻ വാലി ആട്ടോ. എന്താ പൈൻ നോക്കി. മുകളിലോട്ടൊക്കെ കയറി പോകാൻ തോന്നുന്നു. ഞാൻ ഷൂട്ടില്ല, എൻ്റെ ട്രക്ക് ഷൂട്ടിട്ട് കാല് സ്ലോപ്പ് ഇറങ്ങിയപ്പോൾ ഇടിച്ച്. അതുകൊണ്ട് ഞാൻ വേറെ ചെരുപ്പ് മേടിച്ചായിരുന്നു. ഇതുണ്ടോ, ഈ ചെരുപ്പായിട്ടാണ്. അപ്പോൾ അതിൻ്റെ അറ്റം കൊണ്ടിട്ട് എൻ്റെ കാല് വേദനെടുക്കുന്നു. വേറെ ഷൂ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഞാൻ ചപ്പലൊന്നും മേടിക്കാതെയാണെന്ന് വന്നത്. ഇതൊരു മുൾച്ചെടി നോക്കി. ഇത് മുള്ളുണ്ടോ എന്തോ അറിയില്ല. ഇതേ കണ്ടോ മുള്ളു നോക്കിയാകത്തേൽ.
ഇവിടെ കാരമാർക്ക് വെച്ചിട്ടുണ്ട്, ഫോളോ ദി സൈൻസ്. ഇത് എവിടെയാണെന്നറിയാൻ പാടില്ല. ഇത് പൈൻ വാലി. ഇവിടെ എല്ലാം ഷോപ്സ് ഉണ്ട്, നമുക്ക് വെള്ളമെല്ലാം കിട്ടും. ഇതേ ഇരിക്കാൻ കസേരയൊക്കെ ഇട്ടാണ്. എല്ലായിടവും വേസ്റ്റ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരും നിലത്തൊക്കെ ഇട്ടിരിക്കും. ഇപ്പം കുറച്ചുകൂടെ കാട് പോലെയായി പൈൻ വാലി. ഡ്രിങ്കിങ് ആൻഡ് സ്മോക്കിംഗ് പ്രോഹിബിറ്റഡ്. അയ്യോ, താഴോട്ടൊരു വഴിയുണ്ടല്ലോ. ഇതാണോ? കുറച്ച് പേര് ഫ്രണ്ടിൽ പോകുന്നുണ്ട്, അപ്പം ഇതായിരിക്കും. ഇവിടെ എന്തൊക്കെയോ കടയൊക്കെ ഉണ്ട് കേട്ടോ. അല്ലേ, കാശ്മീരി കാവ കോഫി ടീ. യു ആർ എൻറ്ററിങ് എ സൈലന്റ് സോൺ മെഡിറ്റേഷൻ ഏരിയ. ഷൗട്ടിങ് yelling, digging is strictly prohibited. തപസ്യ ക്ഷേത്ര. भैया वाटरफॉल ये रास्ता है ना? താങ്ക് യു. ആ, ഈ വഴി തന്നെ. കുറച്ചെത്തിപ്പോ വഴി രണ്ട് പോലെ. हेवन इज नीट, हिमाचल इज अभी कितना दूर है? नहीं താഴെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആണെന്ന് അറിയത്തില്ല. Be silent and feel the nature. മഞ്ഞുമല. ഇവിടെയൊക്കെ പാറയൊക്കെ കണ്ടു. അമ്മ, മോളിൽ നിന്ന് വെള്ളച്ചാട്ടം കണ്ടോ? ഇതാണോ ഇവർ ഉദ്ദേശിച്ച ജോമിനി ഫോൾസ്? ഇവിടുത്തോ ഇല്ല. ഇവിടെ ഒരു വെള്ളച്ചാട്ടം വീഴുന്നുണ്ട്, വേണ്ട മുകളിൽ. ആൾക്കാർ കയറി പോകണമെങ്കിൽ മോളിൽ ചെന്നാലേ കറക്റ്റായിട്ടുള്ള വ്യൂ കാണാൻ പറ്റുള്ളൂ. താഴെ ചെറിയ വാട്ടർഫാളേ ഉള്ളൂ, ഇതിനകത്ത് കുറേ ആൾക്കാരൊക്കെ കിടക്കുന്നുണ്ട്. മോളിൽ കയറിയാലേ മുകളിൽ കാണാൻ പറ്റുള്ളൂ. വേണ്ട, രണ്ട് സായിപ്പന്മാർ അതിലേ കയറുന്നുണ്ട്. അവിടെ കയറിയാൽ മുകളിലേക്ക് കുറച്ചുകൂടെ കാണാമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ മുകളിലോട്ട് കയറേണ്ടി വരും. എൻ്റെ ചെരുപ്പിട്ട് എനിക്ക് കയറാൻ പറ്റുമോ എന്നാണ് ഡൗട്ട്. സായിപ്പന്മാർ മുകളിൽ കയറി പോകണമെങ്കിൽ ഒരു കാട്ടിക്കൂടെ കയറി പോവാ. അതിലേ കുറേ പേര് പൊക്കത്ത് കയറുന്നുണ്ട് കണ്ട. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാലേ, ഹൈവേ ത്രൂ വന്നാലാണ് ഒരു പക്കി നമുക്ക് ആ സൈഡിൽ കടക്കാൻ പറ്റുള്ളൂ.
ഞാൻ ഇതിലേ വന്നിറങ്ങിയപ്പോൾ അവിടെ നെറ്റ് കെട്ടിയേക്കുവാ, നമുക്കേ കയറത്തില്ല. അപ്പോൾ ആ താഴെ ഷോപ്പിലൊരു ചേച്ചി ഉണ്ട്. ആ ചേച്ചി പറഞ്ഞ് പൈപ്പ് ഇട്ടേക്കണ ഇല്ലേ വഴിയുണ്ട്, ഈ ലാസ്റ്റ് കയറിയാൽ മതി ഉണ്ടോ. അപ്പോൾ കുറച്ചുകൂടെ വാട്ടർഫാൾ കാണാം. അതിൻ്റെ മുകളിൽ കൂടെ പോയി അതിൻ്റെ ടോപ്പിൽ ചെല്ലാൻ തോന്നുന്നു. അത് ഹൈവേ ത്രൂ വന്നവർക്കാണ് അപ്പുറത്ത്. ഈ സൈഡിൽ നിന്ന് ഞാൻ വന്നിറങ്ങിയപ്പോൾ ഇവിടെ നെറ്റ് കിട്ടിയേക്കുവാ, നമുക്ക് താഴോട്ട് ഇറങ്ങത്തില്ല. ഇവിടെ ഒരു വഴിയുണ്ട്, ഇതേ താഴേന്നാ കയറിയ. ഇങ്ങോട്ട് കാടാന്ന് തോന്നുന്നു. താഴെ നെറ്റ് കുറച്ച് പൊളിച്ചിട്ടുണ്ട്, പക്ഷെ അതിലിറങ്ങാൻ വയ്യ. ഇവിടെ വഴിയുണ്ട് കേട്ടോ. വെള്ളച്ചാട്ടം ഇതിന് മുകളിലേക്ക് എന്തോരം ഉണ്ട്, വലുതാണെന്ന് നമുക്ക് അറിയത്തില്ല. മഞ്ഞുമല്ല ഇവിടെ വെള്ളം വീഴുന്നു. രണ്ട് പയ്യന്മാർ വന്ന്, അപ്പം അവർ പറഞ്ഞു ഇവിടെ കാണാട്ടോ, ഇവിടെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ഇത്ര ദൂരെ പോകാനേ ഉള്ളൂ, അധികമൊന്നുമില്ല. ഇവിടെ വന്നാലും കാണാട്ടോ. മറ്റേ ഹൈവേ കൂടെ വന്നവർക്ക് ആ സൈഡിൽ കയറാൻ പറ്റുള്ളൂ. അപ്പം പയ്യന്മാർ പറഞ്ഞു ഇവിടെ ഇത്രേ ഉള്ളൂ, എന്താ കാടാണ്ട ആറാമതി. ഇതുണ്ടോ ഈ പാറ ഇളകി പോകണ്ട്, നെറ്റ് ഇട്ട് കെട്ടിയേക്കണം, അല്ലെങ്കിൽ മഴ വരുമ്പോൾ ഒലിച്ചു പോകില്ലേ. ഇനിയിപ്പോൾ അതിലേ കഷ്ടപ്പെട്ട് കയറുന്നതിലും സൂപ്പർ ഇതാണല്ലോ. അതിലേ കയറുന്നതിൽ നല്ല കുത്തനെ കയറണം, എനിക്ക് അത്ര കയറേണ്ടി ഒന്നില്ല. അപ്പോൾ പയ്യൻ പറഞ്ഞു ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, ഞാൻ ഈ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇതാവുണ്ടാവും വിചാരിച്ചു. വെള്ളം വാവ്, വെള്ളച്ചാട്ടം. അവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്, ഇവിടെ ആരും ഇറങ്ങുന്നില്ല. കണ്ട അതിലെ മുകളിലോട്ട് കയറണവർ ഇതേ അവിടെ കണ്ട, ഇത് പാടാ. ഒരു കാട്ടുപൂ കണ്ട,
സൈഡിലേക്ക് തോന്നിക്കുന്നു. അങ്ങനെ നമ്മുടെ വാട്ടർഫോള് കണ്ട് ഞാൻ തിരിച്ചു പോവാണേ. പോയിട്ട് ഇനി വൈകുന്നേരമാണ് ബസ്, എന്നാലും വേഗം ചെല്ലണ്ടേ. ട്രാഫിക്കൊക്കെ ആണെങ്കിൽ വണ്ടി കിട്ടാൻ ഡിലേ ആവും. ഞാൻ ഏതായാലും ഈ വസിഷ്ഠ വഴി വന്ന നന്നായി കേട്ടോ. എനിക്ക് ഇതിലേ കയറാൻ പറ്റി. അതിലേ ഹൈവേ കൂടെ പോയി നമ്മൾ അതിൻ്റെ മണ്ടക്ക് കയറണം. വലിയ വാടാ സൈഡിൽ നിന്ന് ഇത്തിരിയേ കാണുള്ളൂ വെള്ളച്ചാട്ടം. ഉണ്ടോ ഇതൊക്കെ പൈൻ മരം ഒക്കെ. അപ്പോൾ ബൈ 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 വാട്ടർഫോൾ. വാട്ടർഫോള് മുകളിൽ നിന്ന് ഒഴുകി വന്ന് എവിടെയാണ് വീണാണ്ടാവും. ഇവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ആ സൈഡിൽ ഒരുപാട് ആൾക്കാരുണ്ട് കണ്ടോ താഴെ. ഇവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇനി ആൾക്കാർ ഇതേ മുകളിലോട്ട് കയറി പോകുന്നുണ്ടോ. അവർക്ക് ആ സൈഡിൽ നിന്നാലേ കാണാൻ പറ്റുള്ളൂ വെള്ളച്ചാട്ടം. क्या है आपका नाम क्या है? जयवीराम। हाँ जयवीराम। जयवीराम। अच्छा आप कहाँ रहते हैं? इधर वशिष्ठ। आप वशिष्ठ में रहते हैं? अच्छा आप उधर से इधर तक आया। अच्छा आप ये फ्रूटी बेचते हैं? अच्छा कितना है इसका? 20। 20। अच्छा मैं लेती हूँ। वीडियो ले लो, एक कप लेना पड़ेगा। अच्छा एक का कितना है? एक कप 30। ये क्या है? चेरी है कि प्लम है? एक प्लम का 30 रुपी। एक पलम कितना सारी? 30। 20 में मिलेगा? 30 का है, 30 का। जैसे अरे मेरे पास छुट्टा नहीं है अभी ऑटो का भी। मैंने इसको वादा किया मैं वापस आऊंगा तो मैं ले लूंगी। 20 का भी लीजिए। 30 मैंने सोचा ये एक नहीं नहीं पूरा ओ पूरे 30 का है। अच्छा ठीक है तो पकड़ो मैं देखती हूँ। एक मिनट पकड़ो मैं देखती हूँ। मैं 30 देती हूँ। 30 रुपए देना लाइए 10 रुपए। एक मिनट। आपका नाम क्या है? अमन। अमन। आप ये बेचते हैं प्लम? अपनी मम्मी का हेल्प करता है क्या? कौन से क्लास में पढ़ते हो? तीसरी। तीसरी। अच्छा और आपका नाम क्या है? स्वस्तिका। हाँ स्वस्तिका। स्वस्तिका। हाँ बड़ा अच्छा नाम है। आप कौन से क्लास में पढ़ते हो? अंगनवाड़ी में। हाँ अंगनवाड़ी में। आंगनवाड़ी में। अच्छा ठीक है थैंक यू। जाओ बाय बाय। बाय बाय बोलो। पट्टी देख लो, बाय बाय मुझे देख लो, बाय 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 बाय।